നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നണിഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നവുമായി വിഷുപ്പുലരിയിൽ സന്തോഷം നിറയ്ക്കട്ടെ. കണിയും കൈനീട്ടവും എല്ലാവർക്കും സന്തോഷവും നന്മയും ഉണ്ടാവട്ടെ. വിഷു ആശംസകൾ. ഈ വിഷുപ്പുലരിയിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവൈശ്വര്യത്താൽ ഭവനം സമ്പൂർണ്ണ ഐക്യത്തോടു കൂടി മുന്നേറാനുള്ള നക്ഷത്രക്കാരുടെ ഗുണദോഷഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയമാണ്. ശത്രുക്കളാൽ പലതരത്തിൽ ബുദ്ധിമുട്ടിയ അവസരങ്ങളെല്ലാം മാറി ഇനി നിങ്ങളുടെ സമയമായിട്ടാണ് ഭഗവാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത്. പലതരത്തിലുള്ള ശത്രുദോഷങ്ങളാലും വളരെ ബുദ്ധിമുട്ടിയുന്ന ആ സമയഘട്ടങ്ങളിൽ നിന്നെല്ലാം ഭഗവാൻ നിങ്ങളുടെ വഴി കാണിച്ചു തരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ അരികിൽ എപ്പോഴും എത്തുന്നതാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറിയതുമാണ്. വളരെ സങ്കടകരമായിട്ടുള്ള പലതരത്തിലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഭഗവാൻ നിങ്ങളുടെ അരികിൽ വന്ന് എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാക്കി അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ അതിനുള്ള ഒരവസരം നൽകി അതിൽ നിന്നെല്ലാം മോചനം നൽകി ഈ വരുന്ന വിഷുപ്പുലരിയിൽ ഇനിയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളിൽ നിന്നും കഠിന പ്രയത്നങ്ങളിൽ നിന്നെല്ലാം വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു വിഷുപ്പുലരിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിനാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ്. വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ല എങ്കിൽ കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമായാലും അത്യുത്തമമാണ്. അവിടെ പാൽപായസം വഴിപാട് സമർപ്പിക്കുക. പലതരത്തിൽ നിന്നും പല രീതിയിൽ നിന്നും നിങ്ങൾക്ക് അത്യുന്നതിയിലെത്താനുള്ള ഒരവസരം കൂടിയാണ്. അതിനാൽ പല തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടിയ അവസരങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന സമയത്തിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ടുള്ള ആ അവസ്ഥകളിൽ നിന്നെല്ലാം ഇനി നന്മയിലേക്കുള്ള ഒരു വഴിയായിട്ടാണ്. അതിനാൽ ഭഗവാന്റെ സർവ്വ ഐശ്വര്യവും ഭവനത്തിൽ നിറയാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം അത്യുത്തമമാണ്. ഈ പറയുന്ന വഴിപാട് നിശ്ചയമായിട്ടും ചെയ്യുക. ഈ പറയുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, മഖം, പുണർദം, ആയില്യം, പൂരം, ഉത്രാടം, തിരുവാതിര, ഭരണി, കാർത്തിക, പൂയം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. 108 തവണ കഴിയുന്നത്ര ജപിക്കുക. ചുരുങ്ങിയത് 108 തവണ എന്ന് പറഞ്ഞേ ഉള്ളൂ. എല്ലാം സർവൈശ്വര്യവും ഭവനത്തിൽ നിറയട്ടെ. പുതുപുലരിയിൽ വിഷു ആശംസകളാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാവട്ടെ.